ഇവിടെയാണ് ഇടക്കിടക്ക് നാം ആലോചിച്ചു പോകേണ്ടത്. ഇതൊക്കെ LDF സർക്കാരായിരുന്നില്ലെങ്കിൽ നടക്കുമായിരുന്നോ എന്ന്. UDF ആയിരുന്നുവെങ്കിൽ ഇത്തരമൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നോ? എല്ലാ മേഖലയും തകർന്നതല്ലേ. ആ തകർച്ചയുടെ ആക്കം കൂട്ടുക മാത്രമല്ലേ ചെയ്യുക. നമ്മുടെ ആരോഗ്യരംഗം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണല്ലോ. അത് കേരളത്തിന് പൊതുവിൽ താല്പര്യമുള്ള ഒന്നാണല്ലോ. അത് 2016 LDF അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള ആരോഗ്യരംഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നു അവസ്ഥ? ആശുപത്രികളെടുത്താൽ ഒന്നുമില്ല. ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, അവിടെ മരുന്നില്ല. എന്തെല്ലാം വേണ്ടതുണ്ടോ അതെല്ലാം ഇല്ല. ഇല്ല 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 എന്നേ കേൾക്കാനുള്ളൂ. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണത്? ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടാവുക അതൊരു മുന്നണിയുടെ ഏറ്റവും വലിയ സ്വഭാവവിശേഷമാണ്. ആ പ്രതിബദ്ധതയാണ് LDFന് ധാരാളമുള്ളത്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ജനങ്ങൾക്കാകെയും ചികിത്സിക്കാനുള്ള സഹായം, ചികിത്സിക്കാനുള്ള സൗകര്യം ലഭ്യമാവുക എന്നത് പ്രധാനമാണ്. അതിന് പൊതു ചികിത്സാലയങ്ങൾ ശക്തിപ്പെടണം. അതിൻ്റെ ഭാഗമായാണ് നാം ഇവിടെ ആർദ്രം മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആർദ്രം മിഷൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുന്നത് നാട്ടുമ്പുറങ്ങളിലെല്ലാം കണ്ട കാഴ്ചയാണ്. 800-ലധികം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പൂർത്തിയായി. ബാക്കിയുള്ളവ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി ഇവയെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ പലതിലും ഒരുങ്ങുന്നു. ഇവിടെ മെഡിക്കൽ കോളേജുകൾ അതിൻ്റെ വികസനത്തിനായി പ്രത്യേക മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ വികസനം തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഏതെല്ലാം തരത്തിലുള്ള പ്രയാസത്തിലായിരുന്നു നേരത്തെ എന്നത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിർത്തുന്നതിന് 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റും അന്ന് പട്ടികജാതി പട്ടികവർഗ നിയമവകുപ്പുകൾ കൈകാര്യം ചെയ്ത സഖാവ് AK ബാലനും നടത്തിയ ശ്രമം, അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത് വലിയ യശസ്സോടെ നിൽക്കുന്നത്. നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ അതൊക്കെ. എത്ര വലിയ മാറ്റമാണ് ഉണ്ടായത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും മാറ്റം വന്നില്ലേ. ഇവിടെ നമ്മുടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കോവിഡ് ഘട്ടമാണ്. കോവിഡ് വന്നപ്പോൾ നമ്മളെക്കാളും വലിയ സൗകര്യങ്ങളുള്ള, സാമ്പത്തിക ശേഷിയുള്ള, ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം, എല്ലാ സുഖസൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു രാഷ്ട്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രം വരെ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. വിശദാംശത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ
കേരളത്തെ അത്ഭുതാതരങ്ങളോടെ രാജ്യമല്ല ലോകം നോക്കിക്കണ്ടു. എന്താ കാരണം? കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴാത്ത സംസ്ഥാനം. കോവിഡിൻ്റെ മൂർധന്യദശ, ആ മൂർധന്യദശയിലും നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള ബെഡ് ഒഴിവ്, ഓക്സിജൻ ബെഡ് ഒഴിവ്, ICU ബെഡ് ഒഴിവ്, വെന്റിലേറ്ററുകൾ ഒഴിവ്, ഇത് രാജ്യത്തെന്നല്ല ലോകത്ത് തന്നെ അപൂർവമായിരുന്നു. ആ അപൂർവ നേട്ടം കേരളത്തിന് നേടാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? നാടിനെ കണ്ട്, ജനങ്ങളെ കണ്ട്, ആ കരുതലിൻ്റെ ഭാഗമായി നാം ഇവിടെ നമ്മുടെ ആരോഗ്യ മേഖല സജ്ജമാക്കിയതുകൊണ്ട്. അത് കോവിഡിനെ നേരിടാനായിരുന്നില്ല, നമുക്കുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ അതിനെയും അതിജീവിച്ച് നിൽക്കാൻ, നല്ല രീതിയിൽ നേരിട്ട് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ? ഇതല്ലേ കേരളത്തിൻ്റെ പ്രത്യേകത? ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. നമ്മൾ 2016 LDF അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോന്നോരോന്നായി കൂടുതൽ കൂടുതൽ മോശമായ അവസ്ഥയിലെത്തി വല്ലാത്ത തകർച്ചയിലാകുമായിരുന്നു. അതാണ് മാറ്റാൻ നമുക്ക് കഴിഞ്ഞത്. അത് നാട് അംഗീകരിക്കുന്ന കാര്യമാണ്.